നല്ല റിസൾട്ടായിരിക്കും. നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഒപ്പം തന്നെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും കേട്ടോ. റോസാ ചെടിയിൽ നിറച്ച് പൂക്കളുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം തന്നെ ഇതേ കണ്ട പോയി തുടങ്ങി. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് ഇനിയും നിറയെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്കൊരു വളവും കൂടി ഇട്ട് കൊടുക്കാം. പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരാനും അതുപോലെ തന്നെ പൂക്കൾ നിറയെ ഉണ്ടാവാനും വേണ്ടിയിട്ടുള്ളൊരു വീട്ടിൽ തന്നെ നമുക്ക് ഉള്ളൊരു അടുക്കളയിൽ നമ്മൾ കളയുന്ന കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ പൂക്കളൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കണം. കണ്ടോ, ഇത് മാക്സിമം കുറേ ദിവസം നിന്നു ഈ പൂക്കൾ. ഇനി ഇത് നിർത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ ഈ പൂക്കളൊന്ന് ആദ്യം വെട്ടി കൊടുക്കുക. ഈ ഒരു 1 2 3 ഈ ഒരു ഇത്രയും കണ്ടോ, ഇവിടെ വെച്ചിട്ട് നമുക്ക് വെട്ടാം. ഈ 2-3 ഇലയുടെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് വെട്ടാം. അങ്ങനെ ഇതേ എല്ലാ പൂക്കളും ഇതുപോലെ തന്നെ വെട്ടി കൊടുക്കണം കേട്ടോ. ഇവിടെയുമുള്ള പൂക്കൾ കംപ്ലീറ്റ് വെട്ടിക്കൊടുക്കുകയാണ്. പൂക്കൾ കംപ്ലീറ്റ് നമ്മൾ ആദ്യം വെട്ടിക്കൊടുക്കുക. അതിനുശേഷം നമ്മൾ മണ്ണ് ഒരുക്കണം. മണ്ണ് ഇപ്പോൾ തറഞ്ഞു കിടക്കുന്ന ഒരു ഇതിലാണ് നമ്മുടെ മണ്ണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ മണ്ണ് നന്നായിട്ട് ഒന്ന് കുത്തി ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമുക്ക് ഈ ഫെർട്ടിലൈസർ ഇതിന് ഇട്ട് കൊടുക്കാൻ വേണ്ടി. നമുക്ക് ഈ റോസിൻ്റെ കടയിലുള്ള മണ്ണൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കട ഭാഗത്ത് നന്നായിട്ട് മണ്ണിളക്കി കൊടുത്താലാണ് വേരോട്ടം നന്നായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ വേരിടാൻ വേണ്ടിയിട്ട് മണ്ണ് ആദ്യം തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഫെർട്ടിലൈസർ ഒരിക്കലും നമ്മുടെ റോസിൻ്റെ കടയിൽ തൊടിക്കരുത്. അപ്പോൾ ആ കടഭാഗത്തേക്ക് ആ ഇളക്കി കൊടുക്കുന്ന മണ്ണിനെ കൂട്ടി വെച്ചിട്ട് ഈ ചട്ടിയുടെ ഈ ചുറ്റുമുണ്ടല്ലോ, ഈ ചുറ്റുവശങ്ങളിൽ മാത്രം ആ ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് ചായപ്പിണ്ടി ഉണ്ടല്ലോ, അതും പിന്നെ മുട്ടയുടെ തോല്, പിന്നെ പഴത്തിൻ്റെ തോലുമാണ് വേണ്ടത്. അപ്പോൾ നമുക്കിത് മൂന്നും കൂടി മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചുകൊണ്ട് വരാം. ചായപ്പിണ്ടിയും ഒന്ന് കഴുകിയെടുക്കുക. അതിന് ശേഷം ഈ മുട്ടത്തൊണ്ട് പൊടിച്ചതും ഒപ്പം തന്നെ പഴത്തൊലി ചെറുതാക്കി പീസാക്കി ഇടാം. ഇതൊന്ന് പീസാക്കി ഇടണമെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമുക്ക് മിക്സിയിലിട്ട് അടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതേ എല്ലാം തന്നെ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 4-5 പഴത്തിൻ്റെ തോലുണ്ടാവും, അതുപോലെ ഒരു 10 മുട്ടയുടെ തോടുണ്ടാവും, അതുപോലെ അതിന് തന്നെ അത്രയും തന്നെ ചായപ്പൊടി ഉണ്ടാവും കേട്ടോ. ഒരു 5-6 പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ച് ചായപ്പൊടിയും ഇതിൽ ചേർത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ പുളിപ്പിച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാം. പുളിപ്പിച്ചിട്ട് ചെയ്യുമ്പോൾ എന്താ പറ്റണമെന്ന് വെച്ചാൽ ഭയങ്കര സ്മെല്ലായിരിക്കും. ഈ പഴത്തൊലിക്കും ഈ മുട്ടത്തോടും ഒക്കെ ചീഞ്ഞിട്ട് ഒരു ഭയങ്കര സ്മെല്ല് വരും. നമ്മുടെ വീട്ടിൽ പഴയ മിക്സി ഉണ്ടെങ്കിൽ അതിൻ്റെ ജാർ ഉപയോഗിച്ചാലും മതി കേട്ടോ. നമ്മുടെ പൂച്ചെടികൾക്കും അതുപോലെ വെജിറ്റബിൾസിനൊക്കെ ഇത് നല്ല വളം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാൻ പോവാണ്. അങ്ങനെ ഇത് മൂന്നും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് നമ്മുടെ ചെടിയുടെ കട തൊടാതെ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഈ പഴത്തൊലീനെ മാത്രം വെള്ളത്തിലിട്ട് വെക്കാം. മുട്ടത്തോടും പഴത്തൊലിയും വെള്ളത്തിലിട്ട് വെച്ചിട്ട് 2-3 ദിവസം പുളിപ്പിച്ചതിന് ശേഷം അത് ചെടികളുടെ ഇലയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. പക്ഷേ അതിനെന്ന് പറഞ്ഞാലേ ഒരു സ്മെല്ല് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. പിന്നെ ആ ഒരു പുളിപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു ഉപകാരം എന്ന് വെച്ചാൽ കീടങ്ങൾ അധികം വരില്ല കേട്ടോ, ഇതിൻ്റെ ഒരു മണം കൊണ്ട് തന്നെ. പക്ഷെ നമ്മൾ ഏറ്റവും നല്ലത് ഇതിനെ അപ്പം തന്നെ നമ്മുടെ ഉണ്ടാകുന്ന ഈ വേസ്റ്റിനെ ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന ഈ വേസ്റ്റിനെ അപ്പം തന്നെ ഇതുപോലെ ആക്കിയിട്ട് ചെടിയുടെ കട തൊടാതെ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റില്ല. കുറച്ചുകൂടി വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെടിയുടെ കട തൊടാതെ ഇട്ട് കൊടുക്കാം. ഈ കടയിലൊക്കെ ഇതായിക്കഴിഞ്ഞാൽ ഫംഗസ് വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്, നമ്മുടെ ചെടികളൊക്കെ നശിച്ച് പോവുകയും ചെയ്യും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരെണ്ണത്തിനല്ല കേട്ടോ, ഒരു റോസിനല്ല. നമുക്ക് ഒരു റോസിനെന്ന് പറയുമ്പോൾ ആ ചട്ടി എന്തോരം ഉണ്ട് അതിനനുസരിച്ച് ആ ചെടിയുടെ വലിപ്പമൊക്കെ അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അളവും നിർണ്ണയിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ കുറേ ചെടികൾക്ക് ഒഴിക്കാനുള്ളതുണ്ട് ഇതിൽ. അങ്ങനെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം കേട്ടോ. നമുക്കപ്പോൾ കട തൊടാണ്ട്
ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ സൈഡിലായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ കടയ്ക്ക് ആയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫംഗസ് ആണെന്ന് പറഞ്ഞില്ലേ, ആ ഒരു പേടിയാണ്. അതുകൊണ്ടാണ് ഈ കടയിൽ ആക്കാതെ മാക്സിമം നമ്മൾ അകത്തി ഒഴിക്കാൻ പറയുന്നത്. അങ്ങനെ ഇതിന് വലിയൊരു ചട്ടിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയും ഒഴിച്ചു കൊടുത്തത്. അങ്ങനെ നമ്മുടെ ചെടിക്കുള്ള ഫെർട്ടിലൈസർ സെറ്റാക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാ പ്ലാന്റ്സിനും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു റോസ്, ഇത് വൈറ്റ് റോസാണ്. ഇതും ഇതുപോലെ തന്നെ പ്രൂൺ ചെയ്തതിന് ശേഷം മണ്ണൊക്കെ ഇളക്കിയിട്ട് ഈ റോസിനും ഞാൻ ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ.